ഏവർക്കും നമസ്കാരം. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ജൂലൈ 31-ാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ജൂലൈ 16-ാം തീയതി വരെയും മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് ജൂലൈ 17 മുതൽ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ ജൂലൈ 27 വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക. വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ ജൂലൈ 25 വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു. അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ്. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. രാഹുകേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. തുലാക്കൂർ ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 9-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. എന്നാൽ 10-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ വളരെ ഇഷ്ടഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നു. ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന 9-ൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം. ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം, ഭാഗ്യം എന്നിവയ്ക്ക് ഒരു മങ്ങൽ വരാം. അതുകൊണ്ട് തന്നെ കാലതാമസം, കർമ്മവിഘ്നങ്ങൾ, ഏത് കാര്യം നടന്നു കിട്ടാനും ചില ചെറിയ തടസ്സങ്ങൾ, പരാജയം എന്നിവയെ സൃഷ്ടിക്കാം. അത് മാനസികമായ ചില സമ്മർദ്ദങ്ങൾക്കും കാരണമാകാം. എന്നാൽ ജൂലൈ 17-ാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 10-ാം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഔദ്യോഗിക മേഖല, തൊഴിൽ, ബിസിനസ് എന്നിവയെ എല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ഏത് മേഖലയും ഈ ഭാവത്തെ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത്. സൂര്യൻ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി, കർമ്മഗുണം, തൊഴിൽ രംഗത്ത് അംഗീകാരം, മേലധികാരികളുടെ പ്രീതി, പ്രമോഷൻ, സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം നൽകുന്നു. കൂടാതെ കർമ്മഭാവത്ത് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ആ മേഖലയിൽ ഉള്ള പ്രതിസന്ധികൾ, ശത്രുക്കൾ, വിപരീത ശക്തികൾ എന്നിവയെ എല്ലാം ദൂരീകരിക്കുന്നു. ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി, വളർച്ച, ലാഭം എന്നിവ ഉണ്ടാകും. അടുത്തതായി തുലാക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ സഞ്ചാരം പരിശോധിക്കാം. ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ആണ് സഞ്ചരിക്കുക. ശുക്രൻ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യം എന്നിവയെ നൽകുന്നു. ആയുസ്, ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന 8-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും. രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവും ആയ സുഖങ്ങൾ എന്നിവയെല്ലാം അനുഭവപ്പെടും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യസുഖം, കുടുംബസൗഖ്യം, ക്ഷേമം, ഐശ്വര്യം എന്നിവയും ശുക്രൻ 8-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ജൂലൈ അവസാന വാരത്തോടുകൂടി ശുക്രൻ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു. ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും 9-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയെ 9-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി വന്ന് ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി അനുകൂലമായി വന്ന് ഭവിക്കാറുണ്ട്. ചിട്ടി, ലോട്ടറി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ 9-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. കൂടാതെ ധർമ്മചിന്തകൾ, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. ചൊവ്വ ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക. അതിൽ തന്നെ ഏറിയ കൂറും 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 11-ാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവമെന്നും സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം എന്നുമാണ്. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനാഗമം, പല സ്രോതസ്സുകളിൽ നിന്നും ധനം, ഭൂമിക്രയ വിക്രയങ്ങൾ, കാര്യവിജയം, അഭീഷ്ടസിദ്ധി, ബിസിനസ്സിൽ പുരോഗതി, ലാഭം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ശരീരസുഖം, മനസ്സൗഖ്യം,
തൊഴിൽ രംഗത്തും കുടുംബജീവിതത്തിലും സുഖം, സൗഖ്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും ധനനിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയവും കൂടിയാകും ഇത്. ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ 10ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. 10ാം ഭാവം എന്നത് ബുധൻ്റെ ഏറെ ഇഷ്ടമായ ഭാവമാകുന്നു. 10ാം ഭാവം എന്നത് കർമ്മഭാവം, ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി, അഭിവൃദ്ധി, മേലധികാരികളുടെ പ്രശംസ, അംഗീകാരം, സഹപ്രവർത്തകരുടെ സഹകരണം, പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും. മാത്രമല്ല 10ാം ഭാവം എന്നത് ബിസിനസ്, മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി, ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. വ്യാഴം ഈ കൂറുകാരുടെ ഏറെ ഇഷ്ടഭാവമായ 9ൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 9ാം ഭാവം എന്നത് ഭാഗ്യഭാവമെന്ന് അറിയപ്പെടുന്നു. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ 9ാം ഭാവത്തെ കൊണ്ടാണ്. 9ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകയാൽ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും. തൽഫലമായി ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും. പൈതൃകമായ സ്വത്തുവകകൾ, നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധ്യത ഉണ്ടാകും. സൽപ്രവർത്തികൾ, ഈശ്വരാരാധന, തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം 9ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും. ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ സൗഖ്യം, ക്ഷേമം, ഐശ്വര്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം, സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകും. ശനി ഈ കൂറുകാരുടെ 6ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവം എന്നത് രോഗം, ശത്രുക്കൾ, ചെലവുകൾ, പാഴായ യാത്രകൾ, അലച്ചിലുകൾ, ദുരിതങ്ങൾ, ശരീര മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകും. പ്രധാനമായും ശത്രുവിജയം നൽകും. ശത്രുക്കൾ എല്ലാം നിഷ്പ്രഭർ ആകും. ശനി 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ആത്മബലം, ഊർജം എന്നിവ ഇവർക്ക് നൽകും. കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും. രാഹു ഈ കൂറുകാരുടെ 5ൽ സഞ്ചരിക്കുന്നു. 5ാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടനായി മാറും. 5ാം ഭാവം എന്നത് സന്താനഭാവമെന്ന് അറിയപ്പെടുന്നു. കൂടാതെ വിദ്യാഭ്യാസം, പഠനം, ഉപരിപഠനം, ഏകാഗ്രത എന്നിവയെ എല്ലാം ഈ ഭാവമാണ് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം, സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ 5ാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനഃചാഞ്ചല്യം, ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം. എന്നാൽ ശനി പ്രബലനായി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ രാഹു നൽകുന്ന അനിഷ്ടഫലങ്ങൾ ഇവരെ അലട്ടുകയും ഇല്ല. ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക, ഈശ്വരചിന്ത, സാത്വികമായ ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ ഈ രാഹു നൽകുന്ന ദോഷങ്ങൾ അകലുകയും ചെയ്യും. കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അതായത് 11ാം ഭാവത്തിൽ. 11ലെ കേതു ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ നൽകും. ഇവർക്ക് കർമ്മപുഷ്ടി, തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി, അഭിവൃദ്ധി, പുരോഗതി എന്നിവ എല്ലാം ഉണ്ടാകും. ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും. ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവും ആകും ഇത്. കൂടാതെ ശരീരസുഖം, മനസ്സുഖം, കുടുംബസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, സമൂഹത്തിൽ അംഗീകാരം, കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു 11ാം ഭാവത്തിൽ കൂടി പ്രബലനായി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകും. അപ്പോൾ തുലാക്കൂറുകാർക്ക് ചൊവ്വ, ബുധൻ, സർവീശ്വരകാരകനായ വ്യാഴം, രാശിയാധിപനായ ശുക്രൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങൾ ഏവരും ഏറെ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, സൗഭാഗ്യം എന്നിവയെ നൽകി സഞ്ചരിക്കുന്നു. സൂര്യൻ മാസത്തിൻ്റെ 2ാം പകുതി വളരെ ഗുണപ്രദനാകുന്നു. രാഹു മാത്രം ദോഷപ്രദനാകുന്നു. എന്നാൽ മിക്ക ഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നുവെന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഭാഗ്യനേട്ടങ്ങൾ, ധനാഭിവൃദ്ധി എന്നിവ നിറഞ്ഞ ഒരു ഉജ്ജ്വലമായ മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.